കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിലിരുന്ന ബുള്ളറ്റ് കത്തിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി ആരതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. ശൂരനാട് സ്വദേശിനി ആരതിയാണ് പുനലൂർ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം കേസിലെ രണ്ടാം പ്രതിയായ ഗായത്രി മോഹന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നൽകി. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് അഞ്ചൽ ആർച്ചലിൽ താമസിക്കുന്ന ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ വിവേകിന്റെ വീടിന്റെ ഷെഡിലിരുന്ന ബുള്ളറ്റ് കത്തിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2 പെൺകുട്ടികളാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തി. നിശ്ചയം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും വിവേക് പിന്മാറിയതിന്റെ വൈരാഗ്യമായിരുന്നു പ്രകോപനം. വിവാഹം നിശ്ചയിച്ചിരുന്ന ആരതിയും സുഹൃത്ത് ഇടുക്കി സ്വദേശിനി ഗായത്രിയും ചേർന്നാണ് ബുള്ളറ്റ് കത്തിച്ചത്. രണ്ടുപേരെയും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മടങ്ങവേ ആരതി എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായി. ചികിത്സയ്ക്ക് ശേഷം അട്ടക്കുളങ്ങര ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞുവരുന്നതിനിടയിലാണ് അഞ്ചൽ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. ബുള്ളറ്റ് കത്തിക്കാൻ ഉപയോഗിച്ച പെട്രോൾ കൊണ്ടുവന്ന കന്നാസും മറ്റും തൊട്ടടുത്ത ലൈബ്രറിക്ക് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി. ഇരുവരും തിരുവനന്തപുരത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവരാണ്. കൃത്യം നിർവഹിച്ചതിനു ശേഷം വെളുപ്പിനെ ഓട്ടോറിക്ഷയിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ വിളിച്ചു നൽകിയ കടയുടമ തെളിവെടുപ്പിനിടെ ആരതിയെ തിരിച്ചറിഞ്ഞു. അതേസമയം കേസന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് വിവേകിന്റെ പിതാവ് പറയുന്നു. മറ്റേ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തണം, രണ്ടാം പ്രതിയെ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് എന്തുവെന്ന് വെച്ചാൽ നീങ്ങും. അന്നേരം അവരെയും കൂടെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തണം. നമുക്കിത് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മേപ്പോട്ട് പോകാനുള്ള നടപടിയിലേക്ക് പോകും. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് ആരതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ ഗായത്രി മോഹനന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നൽകിയിരുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.